കർത്താവ് ഏക മധ്യസ്ഥനായി നിലനിൽക്കുമ്പോൾ എന്തിനു മറ്റു മധ്യസ്ഥന്മാരുടെ ആവശ്യകത? ഇങ്ങനെയുള്ള ഒരു ചിന്ത നമ്മളിൽ വളരുവാൻ തക്കവണ്ണമുള്ള പ്രബോധനങ്ങൾ നമുക്ക് ചുറ്റുപാടും ഉണ്ട്. എന്നാൽ നാം മനസ്സിലാക്കണം, യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ മറ്റു മധ്യസ്ഥരെക്കാൾ വലിയ പ്രത്യേകതയുള്ള മധ്യസ്ഥനാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ വീണുപോയ മനുഷ്യകുലത്തിൽ ആരെങ്കിലും ബലിയർപ്പിച്ചിട്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് സാധ്യമായിരുന്നില്ല. ആദാമ്യ പാപത്തിലൂടെ എല്ലാവരും പാപത്തിന്റെ അടിമത്തത്തിൽ വീണുപോയി. സകല മനുഷ്യരുടെ മേലും ആ പാപത്തിന്റെ മലിനതയുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യരിൽ ആര് ബലിയർപ്പിച്ചെന്ന് പറഞ്ഞാലും അത് പൂർണ്ണതയിലെത്തുകയില്ലായിരുന്നു. ഒരുവന്റെ അനുസരണക്കേടിലൂടെ അനേകർ പാപത്തിന്റെ അടിമകളായി തീർന്നു. എന്നാൽ മറ്റൊരുവന്റെ അനുസരണത്തിലൂടെ, ബലിയർപ്പണത്തിലൂടെ അനേകർ നീതീകരിക്കപ്പെട്ടു. ആ ബലിയർപ്പണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാപരഹിതമായ ബലിയായിരുന്നു. പാപരഹിതമായ ബലിയർപ്പിച്ച് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുവാനായിട്ട് ദൈവം പുരുഷസ്പർശം കൂടാതെ കന്യകയിൽ നിന്ന് മാംസവും രക്തവും സ്വീകരിച്ച് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജീവിച്ചു. അതിനുശേഷം പ്രവചനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അവൻ ബലിയർപ്പിച്ചു. ആ ബലിയർപ്പണത്തിലൂടെയാണ് പഴയ നിയമകാലഘട്ടത്തിലും പുതിയ നിയമകാലഘട്ടത്തിലുള്ള സകലരും രക്ഷപ്പെടുന്നത്. വിശുദ്ധ കുർബാനയിൽ അപ്പമെടുത്ത് പുരോഹിതൻ ആശീർവദിക്കാൻ ഒരുങ്ങുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു നമ്മൾ കേട്ടതാണ്. പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തൻ്റെ പരിശുദ്ധ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു. ആരാണ് പാപമില്ലാത്തവൻ? കർത്താവിന്റെ പ്രത്യേകതയാണ് അവൻ പാപരഹിതമായ ബലിയർപ്പിച്ച് മധ്യസ്ഥത വഹിച്ചു എന്നുള്ളത്. അതുകൊണ്ടാണ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ, അത് മനുഷ്യനായ ക്രിസ്തു എന്ന് പറയുന്നു. അതുകൊണ്ട് മറ്റാരും മധ്യസ്ഥരല്ലെന്നോ, മറ്റാരെയും ദൈവം തെരഞ്ഞെടുത്തില്ലെന്നോ, അവരിൽ നിറഞ്ഞത് പരിശുദ്ധാത്മാവല്ലെന്നോ, അവരോട് മധ്യസ്ഥത യാചിക്കാൻ പാടില്ലെന്നോ, അവരുടെ തിരുശേഷിപ്പുകളിലൂടെ ഒഴുകുന്നത് ദൈവത്തിന്റെ ആത്മാവല്ലെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അവരെ തെരഞ്ഞെടുത്തതും അവരെ അഭിഷേകം ചെയ്തതും തന്റെ ശക്തി നിറച്ചതും അവരുടെ പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ട് അവരെ ബലപ്പെടുത്തിയത്, അവരിലൂടെ അനേകർ വിശ്വസിക്കുവാൻ ഇടയായിത്തരുന്നത്, അവരുടെ നാമത്തിൽ ദൈവാലയങ്ങൾ പണിതുയർത്തുവാൻ ഇടയായിത്തരുന്നത് അത് ദൈവം അനുവദിച്ചുകൊണ്ട് തന്നെയാണ്. ദൈവത്തിന്റെ ആത്മാവിൽ അവർ ഐക്യപ്പെട്ടു, ഒന്നായി തീർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ നിന്ന് ആവശ്യമില്ലാത്ത സംശയങ്ങളൊക്കെ മാറ്റി വിശുദ്ധരെ സ്വീകരിക്കുവാൻ ദൈവം കൽപ്പിച്ചു. അവരെ അംഗീകരിക്കണം, ആദരിക്കണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. അവരെ സ്വീകരിച്ചാൽ നിങ്ങൾ എന്നെ സ്വീകരിച്ചു. അവരുടെ വാക്ക് കേൾക്കുന്നെങ്കിൽ എൻ്റെ വാക്ക് കേൾക്കുന്നു, എൻ്റെ വാക്ക് കേൾക്കുന്നു, എൻ്റെ പിതാവിൻ്റെ വാക്ക് കേൾക്കുന്നു. അതുകൊണ്ട് ഒരു വിശുദ്ധനെ ആദരിക്കുന്ന വ്യക്തി, കുടുംബം, ദേശം, ഇടവക തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടും. മധ്യസ്ഥതയെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലുള്ള ആശയക്കുഴപ്പങ്ങളെല്ലാം മാറ്റണം. വിശുദ്ധരോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവരെങ്ങനെ ശ്രേഷ്ഠരായി മാറി, നമ്മെപ്പോലെ തന്നെ സാധാരണക്കാരായി ഈ ഭൂമിയിൽ ജനിച്ചവർ അങ്ങനെ ശ്രേഷ്ഠരായി മാറി. മനുഷ്യന്റെ